അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ സമ്പത്തുള്ളവർ ഉയർന്നു വരട്ടെ, ബിസിനസ്സുകാർ ഉയർന്നു വരട്ടെ. അവർ ഉയരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ വീടുകൾ പരസ്പരം തർക്കാണെങ്കിലോ അസൂയാണെങ്കിലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഈ വാണിയന്തടി കുടുംബത്തിൽ നിന്ന് ഒരാൾ ഗൾഫിലൊക്കെ പോയിട്ട് നല്ല ഉഷാറായി എന്ന് വിചാരിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബെൻസ് കാറായിട്ടൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് എന്തിനാണ് അസൂയ? അവനെ ചാനലൈസ് ചെയ്യാൻ പറ്റണം. നമ്മളെ കുടുംബത്തിൽ സാമ്പത്തിക സ്വസ്ഥത ഉണ്ടെങ്കിൽ അയാളെ കൊണ്ട് കുറെ സഹായം കിട്ടുമല്ലോ. അതിൽ നമ്മൾ അസൂയ വെക്കല്ല. ഈ അസൂയ എന്ന് പറഞ്ഞ സാധനം വന്നാല് അത് പിന്നെ കണ്ണേറായിട്ട് മാറും. ഇവിടെ ചിലപ്പോ സുന്നികളായ ആൾക്കാരുണ്ടാവും, ഞാനൊക്കെ അതിൽപ്പെട്ടതാണ്. സലഫികളായിട്ട് ആൾക്കാരുണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, പലതും ഉണ്ടാവും. പക്ഷെ ആരും തർക്കിക്കാതെ വരുന്ന ഒരു സാധനമാണ് അൽ ഐനു ഹഖ്ഖുൻ. ഹക്കാണ് ഐന് അഥവാ കണ്ണേർ എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. ഒരു മനുഷ്യൻ എന്തെങ്കിലും ആയിട്ട് അതിനോട് അസൂയപ്പെട്ടാൽ കണ്ണേറായി മാറും. ആ മനുഷ്യൻ ഭസ്മം പോലെയാകും. അതിനുള്ള പ്രതിവിധികളുണ്ട് ദീനില്. അതുകൊണ്ട് രാവിലെ വൈകുന്നേരമൊക്കെ ഇന്ന ദിക്റുകളൊക്കെ ചൊല്ലി കയ്യിലൂതിയിട്ട് മേനി തടവാനൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, എന്തിനാണ് നമുക്ക് നമ്മുടെ കുടുംബത്തിലെ കുറച്ച് ഉയർന്ന ആൾക്കാരോട് ഇത്രമാത്രം? ബാഫക്കി തങ്ങൾ, നമ്മുടെ പിന്നെ ഇത് പറയല്ലോ കേട്ടോ, ബാഫക്കി തങ്ങളോട് ഒരിക്കൽ പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ കുറച്ച് സമ്പത്തുള്ളവരുണ്ടല്ലോ. ബാഫക്കി തങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? അതുണ്ടാവണം, എന്നാൽ അവിടെ നിന്ന് കണ്ട് എടുക്കാതിരിക്കുള്ളൂ, അങ്ങോട്ട് കൊടുക്കാനും വേണം ആൾക്കാർ. മനസ്സിലായോ? ഇങ്ങോട്ട് എടുക്കാതെ അങ്ങോട്ട് കൊടുക്കാനും വേണം ആൾക്കാർ. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ സമ്പത്തുള്ളവർ ഉയർന്നു വരട്ടെ, ബിസിനസ്സുകാർ ഉയർന്നു വരട്ടെ. അവർ ഉയരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ചിലപ്പോൾ കുടുംബത്തിലെ എനിക്കറിയാം, ഉദാഹരണത്തിന് ഞാൻ വ്യക്തിയെ പറയാന്ന് വിചാരിക്കുന്നത്, നെക്സ്റ്റ് ഫാമിലിയിൽ പാവം ഒരു ബഷീർക്ക് ഉണ്ടായതുകൊണ്ട് ആ ആളുടെ ജ്യേഷ്ഠനും അനിയനും മക്കളും അമ്മയുടെ മക്കളും എല്ലാവരും ഉയർച്ചയിലായി. ഒരൊറ്റ വ്യക്തിയാണ് ഇവരൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ അറിയാം. എത്രയോ കുടുംബത്തിൽ അങ്ങനെ ആൾക്കാരുണ്ട്. ഇപ്പൊ അസ്ലമിന്റെ കുടുംബം കൽപ്പകഞ്ചേരിയിലെ അസ്ലം ഉയർന്നുകൊണ്ട് പോയപ്പോ എല്ലാരും അതേപോലെ ആക്കി. ഒരു വ്യക്തി ചിലപ്പോൾ ഉയർന്നു വന്നാൽ മതിയാവും. അതുകൊണ്ടാണ് എല്ലാവരും ഉയർന്നെന്ന് ഞാൻ പറയല. അത് തുടക്കം അങ്ങനെയാണ്. അപ്പൊ ഈ ഇരിക്കുന്ന കുടുംബത്തിലെ ഏതെങ്കിലും ആൾക്കാർ സമ്പന്നരാകുമ്പോഴേക്ക് നമുക്കൊരിക്കലും അസൂയ വരരുത്. ഇതേപോലെ തന്നെ ചിലപ്പോ ഇനി അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കണ്ട, നമ്മളിലേക്ക് 3 മരുമക്കൾ വന്ന് അതിൽ ഒരാളൊന്ന് കുറച്ച് വിദ്യാഭ്യാസം ഉണ്ട്, അതിന് മറ്റു 2 ആൾക്കും ഇങ്ങനെ എന്താക്കി കൊടുക്കണ്ട, അത് ദേഷ്യം തോന്നണ്ട. കാരണം ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ഉണ്ടായത് നിങ്ങളെ കുഴപ്പമില്ല, അതിന്റെ കുഴപ്പമില്ല, അത് പഠിച്ചതിന്റെ കുഴപ്പമാണ്. പക്ഷെ വിദ്യാഭ്യാസമുള്ള ആൾക്കും ചായാച്ചാൻ അറിയണം. ഈ സാധുക്കൾ മാത്രം ഇങ്ങനെ അടുക്കളയിൽ നിന്ന് തിരിയാ, ഞാൻ ഭയങ്കര വിദ്യാഭ്യാസ വിചക്ഷണയാണെന്നും പറഞ്ഞിട്ട് നടക്കരുത്. എല്ലാവരും കൂടി സുഹൃത്തുക്കളായി നടക്കണം. വിദ്യാഭ്യാസമുള്ളവർക്ക് അത് ഉണ്ടാകട്ടെ, സമ്പത്തുള്ളവർക്ക് അത് ഉണ്ടാകട്ടെ. ഒരാൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ ഇത് ഉണ്ടാവട്ടെ. ഒരാൾ നല്ലൊരു വീട് വെച്ച്, നിങ്ങളെ വാണിയന്തോടിയിൽ ഒരാൾ വലിയൊരു വീട് വെച്ച്, എന്നിട്ട് ഇങ്ങനെ മാസത്തിൽ നിങ്ങളെ സംഗമം അവിടെ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ചിലവൊന്നുമില്ലല്ലോ. അങ്ങനെ തന്നെ അതിന് നമ്മൾ അസൂയപ്പെടണ്ട. ഇപ്പൊ ഇങ്ങക്ക് ദുആ ചെയ്യാൻ നിങ്ങളെ കുടുംബത്തിൽ തന്നെ ഉസ്താദുമാരുണ്ടാകുമ്പോൾ അതൊരു രസമാണ് അല്ലെ? നിങ്ങളെ കുടുംബത്തിൽ തന്നെ പൈസ എടുക്കാനുള്ള ആൾക്കാരുണ്ടാകുമ്പോൾ അതൊരു രസമാണ്. ഇങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തരും ഉയർന്നു വരട്ടെ. നമ്മളിപ്പോ ഇന്ന് മത്സരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, നമ്മളെ മകൻ എങ്ങനെങ്കിലും ഡോക്ടറാവണം. കാരണം എന്താണ്? ഏടത്തിൻ്റെ മോൻ ഡോക്ടറാണ്, അതാണ് കാരണം. അപ്പൊ മക്കളെ വെച്ചിട്ട് മത്സരിക്കുക. ഈ മക്കളെ വെച്ചിട്ട് എന്തിനു മത്സരിക്കണം? നമ്മളെ മക്കൾ ചിലപ്പോൾ വേറെ ആയിരിക്കും പഠിക്കേണ്ടത്. എല്ലാവരും ഡോക്ടർ ആവണമെന്നില്ല. അങ്ങനെയല്ലേ കൈസ് എന്ന് പറയുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത്, ഞാൻ ഇടയ്ക്കേതോ സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട്. ഉമ്മ പിന്നാലെ കൂടി, വാപ്പ പിന്നാലെ കൂടി, അവസാനം വാപ്പ ഈ ഡോക്ടർ എന്നാവണമെന്ന് ശാഠ്യം പിടിച്ച് എൻട്രൻസ് എഴുതി ആ കുട്ടി പൊട്ടി. പിന്നെ എനിക്ക് എഞ്ചിനീയറിംഗിന് പോകണം എന്ന് പറഞ്ഞു. പക്ഷെ വാപ്പ വിട്ടില്ല. വാപ്പ പിന്നെയും കൊണ്ടിട്ട് നീറ്റിനെ ചേർത്ത് ഈ കുട്ടി കയ്യിന്റെ ഞരമ്പറുത്തെടുത്തുനിന്ന് ആശുപത്രിയിലായി. ആശുപത്രി പോയപ്പോ വാപ്പ അവിടുന്ന് സമാധാന വാക്കല്ല പറഞ്ഞത്, പത്രത്തിൽ വന്നതാണ്. അതുകൊണ്ടാണ് പരസ്യമായിട്ട് പറഞ്ഞത്. വാപ്പ പറഞ്ഞ എന്താ പറയുക, ഈ കയ്യെ മുറിച്ചാലും ശരി, കഴുത്ത് മുറിച്ചാലും ശരി, നീ ഡോക്ടറായേ പറ്റൂന്ന് വാശിപൂർവ്വം വാപ്പ പറഞ്ഞു. അന്ന് രാത്രിയാണ് കൈസ് എന്ന് പറയുന്ന കുട്ടി കേരളത്തിൽ അറിയപ്പെടുന്ന വലിയ മെഡിക്കൽ കോളേജിൽ നിന്നും താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്തത്. നമ്മുടെ കുട്ടികളെ വാശി കൊടുത്ത് അവസാനം ഒരു ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത്. നമ്മളെ കുട്ടികൾ നമുക്ക് ഇഷ്ടമുള്ളത് പഠിക്കട്ടെ, അവർക്ക് ആഗ്രഹമുള്ളത് പഠിക്കട്ടെ. പക്ഷെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ പഠിപ്പിക്കണമെന്ന് മാത്രമേ ഞാൻ അതിൽ പറയുന്നുള്ളൂ. അതിന് നമ്മുടെ കുടുംബത്തിൽ ചില സാഹചര്യങ്ങൾ ഉണ്ടാകും.